സന്തോഷമുള്ള ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹോപ്പ് ചാനൽ ശ്രവിക്കുന്ന കാണുന്ന പ്രിയ ശ്രോതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ് ദ്രുതഗതിയിൽ സംഭവിക്കാൻ പോകുകയാണ്. ഞാൻ നിന്നെ കരുതുന്നവനാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശയുടെ അനുഭവമായി അല്പനേരം നമുക്കൊരുമിച്ച് ചിന്തിക്കാമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. മോശ മിസ്രൈമിലെ അടിമ രാജ്യത്തിലാണ് അവൻ ജനിച്ചത്. ആ സാഹചര്യം വളരെ വേദനാജനകവും ദുഃഖകരമായിരിക്കുന്ന അനുഭവം. രാജകൽപ്പന ഇസ്രായേൽ ജനം വർദ്ധിച്ചു വരുന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവ് സൂതികർമ്മികളോട് പറയുകയാണ്, നിങ്ങൾ എബ്രായ സ്ത്രീകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ പ്രസവ സമയത്ത് ആ കുഞ്ഞിനെ അമ്മയുടെ ആ പ്രസവ വേദനയുടെ സമയത്ത് തന്നെ കുഞ്ഞ് ആൺകുഞ്ഞാകുന്നുവെങ്കിൽ അതിനെ കൊന്നുകളയുവാണ്ടൊക്കെ പറഞ്ഞു. ദുഃഖകരമായിരിക്കും അനുഭവം. മിസ്രൈമിലെ അടിമത്തത്തിൻ്റെ ഇരുമ്പ് ചൂളയിൽ കിടന്ന് ദൈവജനം കഷ്ടപ്പെടുകയാണ്. അടിമത്തത്തിൻ്റെ ശക്തമായിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അനുഭവിച്ചുകൊണ്ട് വേദനിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ സംബന്ധിച്ച് ഇന്നും ചില സ്ഥലങ്ങളിലുണ്ട് അടിമ സമ്പ്രദായം. ഒരിക്കൽ ഒരു മിഷണറി കൊല്ലത്തൂടെ, ഒരു ഫോറിൻ മിഷണറി, അദ്ദേഹം കൊല്ലത്തൂടെ ഇങ്ങനെ തൻ്റെ കുതിരയുടെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ കൂടെ മറ്റൊരു സഹായിയുമുണ്ട്. അവരൊരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ പ്രകൃതിയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവരങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. അവരങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്തോട് ചേർന്ന് ഒരു പാടത്ത് കുറേ ആളുകൾ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന കാഴ്ച കണ്ടു. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. കുതിര നിന്നു, നിർത്തുവാണ്ടൊക്കെ പറഞ്ഞു. അവർ നിന്ന് ആ കാഴ്ച കണ്ടു. അവരുടെ ഹൃദയത്തിന് വളരെ ആശ്വാസം തോന്നി. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. നോക്കുന്നതാണ്, സ്ത്രീകൾ ഒരുമിച്ച് കുനിഞ്ഞു നിന്നുകൊണ്ട് അവർ ഞാറ് നടുകയാണ്. അവർ പാട്ട് പാടുന്നുണ്ട്. വളരെ സന്തോഷം. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. അവർ ഒരുമിച്ച് നിരനിരയായി നിന്നുകൊണ്ട് അവരിങ്ങനെ ഞാറ് നട്ടു പോകുന്ന കാഴ്ച അദ്ദേഹം സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ നട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് വരമ്പ്, ആ സ്ഥലത്ത് ഒരു സ്ത്രീ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന കാഴ്ച. അർത്ഥനഗ്നയായിരിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. എന്താണ് മറ്റുള്ളവരെല്ലാം ജോലി ചെയ്യുമ്പോൾ ഈ സ്ത്രീ മാത്രം എന്താണ് കുനിഞ്ഞു നിൽക്കുന്നത്? അദ്ദേഹം അന്വേഷിച്ച് അദ്ദേഹം ആ സ്ത്രീയുടെ അടുത്തേക്ക് സാവകാശത്തിൽ നടന്നു ചെന്നുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? അവളുടെ പുറത്തുനിന്ന് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവളുടെ കണ്ണുനീരൊഴുകുകയാണ്. അവൾ കുനിഞ്ഞു നിൽക്കുകയാണ്. അവളോട് നൂറ് നിൽക്കാണ്ടൊക്കെ പറഞ്ഞു. അവൾ നൂർന്നു നിന്നു. എന്താണിങ്ങനെ നീ മറ്റുള്ളവരൊക്കെ ജോലി ചെയ്യുമ്പോൾ നീ ജോലി ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. നിൻ്റെ പുറത്ത് ഈ അടിയുടെ പാട് എന്താണ്? ആരാണ് നിന്നെ ഇങ്ങനെ അടിച്ചതെന്ന് ചോദിച്ചു. നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നു. നിൻ്റെ പ്രയാസം, നിൻ്റെ വിഷമം എന്താണെന്ന് ചോദിച്ചു. ആ പാവപ്പെട്ട സഹോദരി കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. അവൾ പറയുകയാണ്, യജമാനനെ, ഞാനൊരു യജമാനൻ്റെ കീഴിലെ ഒരു അടിമയായിരിക്കുന്ന സ്ത്രീയാണ്. ഞാൻ പ്രസവിച്ചിട്ട് ഇന്ന് 3 ദിവസമേ ആയിട്ടുള്ളൂ. ഞാൻ എൻ്റെ കുഞ്ഞിന് പാൽ കൊടുക്കുവാൻ അല്പസമയമെടുത്തു. ഞാൻ ജോലിക്ക് മറ്റുള്ളവരോട് ഒരുമിച്ച് സമയത്ത് ഇറങ്ങാൻ കഴിയാത്തതിന് എൻ്റെ യജമാനൻ എന്നെ അടിച്ചതാണെന്ന് പറഞ്ഞു. അവൾ കരയാൻ തുടങ്ങി. എവിടെയാണ് നിൻ്റെ കുഞ്ഞെന്ന് ചോദിച്ചു.
ആ പാവപ്പെട്ട സ്ത്രീ പറയുകയാണ്, യജമാനനെ, അങ്ങ് ദൂരെ കാണുന്ന ആ വൃക്ഷത്തിൻ്റെ തണലിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ അവിടെ ഒരു ഇലയ്ക്കകത്ത്, ഒരു ചെറിയ തുണിക്കകത്ത് അവനെ കിടത്തിയിരിക്കുന്നു പറഞ്ഞു. ശരി, കാണാമെന്ന് പറഞ്ഞ് അവരൊരുമിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന, ഹൃദയത്തെ വേദനപ്പെടുത്തുന്ന, സഹിക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ് കാണുന്നത്. ആ കാട്ടിൽ നിന്ന് ഉറുമ്പുകളൊക്കെ ഇറങ്ങി വന്ന് ഈ കുഞ്ഞിനെ മുഴുവനായിട്ട് തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പ്രിയ സ്നേഹിതരെ, അടിമത്തത്തിൻ്റെ ക്രൂരത എത്ര ശക്തമായിരുന്നു, എത്ര ബലമായിരുന്നു. ഇവിടെ നോക്കിയാട്ട് അതേപോലൊരു സാഹചര്യത്തിൽ, അടിമത്തത്തിൻ്റെ സാഹചര്യത്തിലാണ് മോശ ജനിക്കുവാനൊക്കെ ഇടയായിത്തീർന്നത്. അവനെ വളർത്തുവാനൊക്കെ പ്രയാസമാണ്, അവനെ സൂക്ഷിക്കുവാനൊക്കെ പ്രയാസമാണ്. പ്രിയ മാതാപിതാക്കന്മാർ, പടയാളികൾ എല്ലാ സമയവും ഇസ്രായേൽ മക്കൾ പാർക്കുന്ന, എബ്രായെ പാർക്കുന്ന അവരുടെ വീടിൻ്റെ സമീപത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക സ്വാഭാവികമാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ കുഞ്ഞിൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാതെ അവർ വളരെ നാളുകൾ, ഏകദേശം 3 മാസത്തോളം അവർ കുഞ്ഞിനെ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു. ഇനിയും കുഞ്ഞിനെ അങ്ങനെ സൂക്ഷിക്കാനൊക്കെ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒരു കാര്യം ചെയ്തു. അവരെന്താണ് ചെയ്യുന്നറിയാമോ? അവർ ചെയ്തത് ഒരു ഞാങ്ങണപ്പെട്ടകമുണ്ടാക്കി. ഒരു ഞാങ്ങണപ്പെട്ടകമുണ്ടാക്കി അവരുടെ കുഞ്ഞിനെ അവരതിനകത്ത് ഇടുവാൻ തൊക്കണം അവർ ശ്രമിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇന്ന് നോക്കിയാട്ടെ, വളരെ വേദനാജനകമായിരിക്കുന്ന അനുഭവം, വളരെ ദുഃഖകരമായിരിക്കുന്ന അനുഭവം. അതിൻ്റെ 3-ാമത്തെ വാക്യപ്രകാരം ഞാൻ വായിക്കുന്നു, എന്നാൽ അവനെ ഒളിപ്പിച്ച് വയ്ക്കുവാൻ കഴിയാതെ ആയപ്പോൾ ഒരു ഞാങ്ങണപ്പെട്ടകം എടുത്ത് അതിൽ പശയും കീലും തേച്ച് അവൾ കുഞ്ഞിനെ അതിൽ കിടത്തി നദീതീരത്തുള്ള ഞാങ്ങണക്കിടയിൽ വെച്ചു. കുഞ്ഞിനെ ഒളിപ്പിച്ച് വെക്കുവാൻ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർക്ക് അസാധ്യമായിട്ട് മാറി. ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി, അതിന് പശയും കീലും തേച്ചു. ഈ കുഞ്ഞിനെ അതിനകത്ത് വെച്ച് നദിയിലേക്ക് കൊണ്ടുവന്ന് ഞാങ്ങണയുടെ ഇടയിൽ അതിനെ വെച്ചിട്ട് മാറി നിൽക്കുകയാണ്. നോക്കിയാട്ടെ, താൻ ജന്മം കൊടുത്ത കുഞ്ഞിനെ വളർത്തുവാൻ കഴിയാത്ത ഒരു മാതാവിൻ്റെ വേദനാജനകമായിരിക്കുന്ന അനുഭവം. പ്രിയ മാതാവേ, ഇതുപോലുള്ള അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞിനെ പുലർത്തുവാൻ ഒക്കണം, നിങ്ങളുടെ കുഞ്ഞിനെ സഹായിക്കാൻ ഒക്കണം, അവനെ താലോലിക്കാൻ ഒക്കണം കഴിയാത്ത അനേക ആളുകളുണ്ട്. ഇന്നെനിക്ക് ഒത്തിരി സഹോദരന്മാരെ അറിയാം. സഹോദരിമാർ പ്രസവിച്ച് കഴിഞ്ഞ് തങ്ങളുടെ കുഞ്ഞിനെ മറ്റാരെങ്കിലും, തങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, അതുപോലെ ജോലിക്ക് പോകുന്നവരുണ്ട്. ഈ കുഞ്ഞിനെ നോക്കുവാണ്ടൊക്കെ മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ട്. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ ഈ പ്രിയ പൈതലിനെ കൊണ്ടുപോയി, മോശയെ കൊണ്ടുപോയി നൈൽ നദിയിൽ അവനെ ഞാങ്ങണയുടെ ഇടയിൽ, ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് ആക്കി അവിടെ കൊണ്ട് ഇടുവാണ്ടൊക്കെ, അല്ലെങ്കിൽ അവിടെ ആക്കുവാണ്ടൊക്കെ സാധിച്ചു. എന്നാൽ ഇതേ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ വിചിത്രമായിരിക്കുന്ന അനുഭവമാണ്. എന്താണ് സംഭവിച്ചത്? അതിന് 4-ാമത്തെ വാക്യം, അവൻ എന്ത് ഭവിക്കും എന്ന് അറിയുവാൻ അവൻ്റെ സഹോദരി മിരിയാം അങ്ങ് അകലെ മാറി നിൽക്കുകയാണ്. കുഞ്ഞിനെ തനിച്ചാണ് അവിടെ കിടക്കുന്നത്, പിഞ്ചു കുഞ്ഞാണ്. അതിനെന്ത് സംഭവിക്കും എന്നറിയുവാൻ അവൾ അങ്ങ് അകലെ ദൂരേക്ക് മാറി നിൽക്കുകയാണ്. ഏതെങ്കിലും പക്ഷികളോ മറ്റേതെങ്കിലും കാര്യങ്ങൾ വന്ന് കുഞ്ഞിനെ അസഹ്യപ്പെടുത്തുന്നുണ്ടോ? കുഞ്ഞ് കരയുന്നുണ്ടോ? മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നറിയുവാൻ തൻ്റെ സഹോദരി ദൂരെ മാറി നിൽക്കുകയാണ്. ഇതേ സമയത്ത് ദൈവത്തിൻ്റെ വചനം, എത്രമാത്രം ശക്തമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, മോശേ, നീ ജനിച്ചത് പ്രതികൂലത്തിൻ്റെ മധ്യയാണ്, പ്രശ്നങ്ങളുടെ മധ്യയാണ്. എന്നാൽ നിന്നെ കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. മോശക്കുഞ്ഞിനെ കൊണ്ടുപോയി ഈ നൈൽ നദിയിൽ ഞാങ്ങണയിടയിൽ ഒളിപ്പിച്ചു വയ്ക്കുമ്പോൾ അങ്ങ് ദൂരെ രാജകൊട്ടാരത്തിനകത്ത് വലിയൊരു സംഭവം നടക്കുന്നു. ഫറവോൻ്റെ പുത്രി തൻ്റെ തോഴിമാരുമായി അവർ കുളിക്കുവാൻ തൊക്കണം. അവർ ഈ നദിയിലേക്ക് വരികയാണ്. യഹോവയായിരിക്കും ദൈവം കരുതുന്ന വഴികൾ.
നീ നദിയിലേക്ക് തനിച്ചു പോയെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇതാ ഈ സമയത്ത് രാജകൊട്ടാരത്തിൽ നിന്ന് രാജ്ഞി കുളിക്കടവിലേക്ക് തന്നെ തോഴിമാരുമായിട്ട് കടന്നു വരുന്നു. അവൾ വന്ന് ഈ കുളിക്കടവിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഈ കുഞ്ഞിനെ കണ്ടു. തോഴിമാർ വന്ന് പറയുകയാണ്, നല്ലൊരു കുഞ്ഞ് കിടക്കുന്നു, അവൻ എത്ര സുന്ദരനാണ്, എത്ര മനോഹരമായിരിക്കുന്നു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്ക് സഹിക്കാനൊക്കെ കഴിഞ്ഞില്ല. അവരെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. ഇതേ സമയത്ത് അങ്ങ് അകല ദൂരെ നിന്നിരുന്ന മിരിയാം അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ പതുക്കെ പമ്മി നിൽക്കുകയാണ്. ചോദിക്കുകയാണ്, ഈ കുഞ്ഞ് ആരുടെയാണ്? അവൾ പറയുകയാണ്, ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുവാണ്ടൊക്കണം ഞാനൊരു അമ്മയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. കൊണ്ടുവരാണ്ടൊക്കണം പറഞ്ഞു. സ്വന്തം അമ്മയെ തന്നെ അതിന് മുലപ്പാൽ കൊടുത്ത് വളർത്തുവാണ്ടൊക്കണം രാജ്ഞി ഏൽപ്പിക്കുന്നു. സ്നേഹിത, ആരും നിന്നെ സഹായിക്കേണ്ടൊക്കണം ഇല്ലാത്ത അവസ്ഥയിൽ നീ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ ചിന്തിക്കണം. നീ നൈനദിയിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിന്നെ അവിടേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ അങ്ങാകലെ ഒരു സംഭവം നടക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവമായ കർത്താവ് രാജ്ഞിയുടെ ഉള്ളത്തിനകത്ത് പ്രവർത്തിച്ച് അവരെ അവിടേക്ക് വിട്ട് നിന്നെ രക്ഷിക്കുവാണ്ടൊക്കണം ക്ഷമിക്കുന്നു. നീ എത്ര പ്രതികൂലത്തിൽ, നീ എത്ര പ്രശ്നത്തിനകത്ത്, നീ വലിയ അനർത്ഥത്തിലാകട്ടെ, നിന്നെ കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നാം പലപ്പോഴും വിചാരിക്കും, എൻ്റെ ആശ്രയമൊക്കെ മറ്റുപോയി, എൻ്റെ സഹായമൊക്കെ തീർന്നു പോയി, എനിക്കൊരു സഹായം എവിടെ നിന്ന് ലഭിക്കും? സങ്കീർത്തനക്കാരനോട് പറയാം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ വരുന്നു. നിൻ്റെ കാൽ വഴി പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, മയങ്ങാത്തൊരു ദൈവം, ഉറങ്ങാത്തൊരു ദൈവം, നമ്മെ കരുതുന്ന ഒരു ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, ശത്രുവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാത്ത ദൈവം, എത്ര നല്ലവനായിരിക്കും ദൈവമാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവമാണ്. വേദപുസ്തകത്തിന് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന ഈ മോശ ഫറവോ കൊട്ടാരത്തിൽ അവൻ എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹത്തോടു കൂടി വളർന്നു. ഒരു സമയത്ത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോവാനിടയായി. ഒരിക്കൽ ഒരു എബ്രായനും ഒരു മിസ്രൈനും തമ്മിൽ വഴക്കുണ്ടായി. കണ്ടുനിന്ന മോശയെ സംബന്ധിച്ച് എബ്രായനെ ഉപദ്രവിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവന് പ്രയാസമായിട്ട് തോന്നി. അവൻ എന്തു ചെയ്തു? ഒറ്റയടിക്ക് അവനെ കൊന്നുകളഞ്ഞു. മണലിനകത്ത് ആരുമില്ലാന്ന് പറഞ്ഞത് അവരെ അതിനകത്ത് കുഴിച്ചു മൂടി. പലപ്പോഴും നാം നമ്മുടെ കോപം അടക്കാൻ കഴിയാതെ വണ്ണം അനേക ആളുകളെ ഉപദ്രവിക്കുന്നില്ലേ? അനേക ആളുകൾ പട്ടണങ്ങളിൽ, തെരുവീതികളിൽ, ഗ്രാമങ്ങളിൽ വളരെ നിർദാക്ഷിണ്യം മരിക്കുന്ന കാഴ്ച നീ കണ്ടിട്ടില്ലേ? നാം എത്രയോ കാഴ്ചകൾ പത്രത്തിൽ കൂടെ, എത്രയോ അനുഭവങ്ങൾ പത്രത്തിൽ കൂടെ, മാധ്യമങ്ങളിൽ കൂടെ, TV മാധ്യമങ്ങളിൽ കൂടെ നാം ദർശിക്കുന്നു. വളരെ നിർദാക്ഷിണ്യമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന വീടിനുള്ളിലേക്ക് മാതാവിനോട് പിതാവിനോടും കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു. ഭീകരപ്രവർത്തനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട്, ഉറക്കം കെടുത്തിക്കൊണ്ട് ആളുകളെ കശാപ്പ് ചെയ്യുന്നില്ല. എത്ര നീചമായിരിക്കും പ്രവർത്തനം, എത്ര മോശമായിരിക്കും പ്രവർത്തനം. നാം ഒരു നിമിഷം ചിന്തിക്കണം. ഈ മോശ എന്താണ് ചെയ്തത്? മോശ ചെയ്ത കാര്യം, അവനെ കൊന്ന് മണലിൽ കുഴിച്ചു മൂടി. പിറ്റേ ദിവസം 2 എബ്രായർ തമ്മിൽ വഴക്ക് കൂടുന്ന, ചണ്ട കൂടുന്ന കാഴ്ച കണ്ടു. അത് കണ്ടപ്പോൾ അവൻ അവരുടെ അടുത്തേക്ക് പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചണ്ട കൂടുന്നത്? അവർ രണ്ടും കൂടെ വഴക്കുണ്ടായിക്കൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു യൂണിയനായി. ഇന്നും അങ്ങനെയാണല്ലോ. നല്ല കാര്യങ്ങൾ ഒക്കെ നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ യൂണിയൻ കൂടിക്കൊണ്ട് ആ കാര്യത്തിന് മുമ്പാകെ അവർ കൊടി ഉയർത്തിക്കൊണ്ട് അതിനെതിരായിട്ട്, പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട്, സമൂഹത്തിനെതിരായിട്ട് സമരം ചെയ്യും. അവരെന്താണ്? അവർ രണ്ടുപേരും കൂടെ കൂടിക്കൊണ്ട് പറയുകയാണ്, നിന്നെ ഞങ്ങൾക്ക് അധിപതിയാക്കിയത് ആരാണ്? നീ ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? നീ ഒരു ദുഷ്ടനായിരിക്കും മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം നീ ഒരുവനെ തല്ലിക്കൊന്ന്
നീ ഒരുവനെ അടിച്ചു കൊന്ന് മണലിൽ താഴ്ത്തിയവനല്ലേ എന്നവർ ചോദിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നാം ചെയ്യുന്ന രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല ആളുകൾ രഹസ്യത്തിൽ ധാരാളം പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ആരും എന്നെ കാണുന്നില്ലല്ലോ, മാതാപിതാക്കന്മാർ എന്നോട് കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ അവർ പഠിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരുപാട് പാപത്തിൻ്റെ വഴികൾ കൂടെ നീങ്ങുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ മുമ്പാകെ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നിനക്ക് മറഞ്ഞിരിക്കാൻ കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു രഹസ്യവുമില്ല, എല്ലാം പരസ്യമാണ്. കാരണം എന്താണ്? അവൻ അഖിലാണ്ടത്തിൻ്റെ ദൈവമാണ്, അവൻ സൃഷ്ടിതാവാണ്, അവൻ സർവശക്തനാണ്. അവൻ്റെ ദൃഷ്ടി ഭൂലോകത്തിലൊക്കെയും സകല മനുഷ്യരുടെ മേലും സകലത്തിന് മേലും പതിക്കുന്നു. ഇന്ന് പകൽ നീ മനസ്സിലാക്കണം. രാത്രി ഏത് സമയത്താണ്? പകൽ. സാധാരണ ചിലർ വിചാരിക്കും പകലാണല്ലോ, മറ്റാരും എന്നെ കാണുന്നില്ലെന്ന് വിചാരിക്കും. ചിലർ വിചാരിക്കും രാത്രിയാണല്ലോ, മറ്റാരും എന്നെ കാണുന്നില്ലെന്ന് വിചാരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് മറഞ്ഞിരിക്കേണ്ട കഴിയത്തില്ല. അതുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ അടുത്തേക്ക് നാം കടന്നു ചെന്ന്, കർത്താവേ, ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്തിരിക്കുന്ന സകല പാപങ്ങളും നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പറയാൻ കഴിയുന്നുവെങ്കിൽ അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ദൈവം മോശയെ വിളിക്കുന്നു. മോശ ഈ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് സംഗതിയൊക്കെ പരസ്യമായല്ലോ എന്ന് അറിഞ്ഞുകൊണ്ട് അവൻ കൊട്ടാരം വിട്ട് അവൻ ഓടിപ്പോവുകയാണ്. നാളത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഫറവോ രാജാവ് ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ എന്നെ കൊന്നുകളയും, അല്ലെ എന്നെ ജയിലിൽ അടച്ചു കളയും. അവൻ നിൽക്കുവാനൊക്കെ കഴിയാതെ അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. അവൻ മരുഭൂമിയിൽ ചെന്ന് യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അവിടെ അവൻ കഴിഞ്ഞുകൂടുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന പർവ്വതത്തിനകത്ത് വലിയൊരു അഗ്നി കാണുവാനൊക്കെ സാധിച്ചു. അവൻ അതിലേക്ക് അടുത്തേക്ക് ചെല്ലുകയാണ്. അതിനകത്തു നിന്നുകൊണ്ട് ഒരാൾ അവനോട് സംസാരിക്കുന്നു. നീ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകാൻ പറയുകയാണ്. എൻ്റെ ജനത്തെ വിടുവിക്കുവാനൊക്കെയുള്ള ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാണ്. അവൻ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയി. അവൻ മിസ്രയീമിൽ മടങ്ങിച്ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് ഫറവോ രാജാവിനോട് സംസാരിക്കുന്നു. എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറയുകയാണ്. അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ കിടന്ന്, കഷ്ടതയുടെ തീച്ചുളയിൽ കിടന്ന് നരകജാതന അനുഭവിക്കുന്ന എൻ്റെ ജനത്തെ ദൈവത്തെ ആരാധിക്കുവാനൊക്കണം, വിടുവാനൊക്കണം. ദൈവത്തിന് ദാസനായിരിക്കുന്ന ഫറവോനും അഹരോനും രാജകൊട്ടാരത്തിൽ ചെന്ന് പറയുകയാണ്. എന്നാൽ രാജാവിന് അത് വലിയ താല്പര്യമായിട്ട് തോന്നിയില്ല. അടിമ ജോലി ചെയ്തുകൊണ്ട് രാജാവിന് അധികം ലാഭങ്ങളുണ്ടാക്കിയിരിക്കുന്ന ഇവരുടെ ഈ കാഴ്ചയിൽ, അല്ലെങ്കിൽ ഇവരുടെ ഈ ശാരീരികമായിരിക്കുന്ന അധ്വാനത്തിൻ്റെ ഫലമനുഭവിക്കുന്ന രാജാവിനും മന്ത്രിമാർക്കും അവരെ വിട്ടയക്കേണ്ട അവർ ആഗ്രഹിക്കുന്നില്ല. അവർ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ വിട്ടയക്കത്തില്ല. അതിനുവേണ്ടി മോശേ, അഹരോനെ, ഇവരുടെ ജോലിയെ മെനക്കെടുത്തുകൊണ്ടൊക്കെ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവരെ വിടുവാണ്ടൊക്കെ താല്പര്യമില്ല. അത്ഭുതങ്ങൾ ഓരോന്നോരോന്നായിട്ട്, അതിശയങ്ങൾ ഓരോന്നായിട്ട് ഇസ്രായേലിൻ്റെ മേൽ വരുവാണ്ടൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിടുതലിൻ്റെ സമയം സ്വർഗത്തിലെ ദൈവം എഴുതി വച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, മോശയോട് പറയുകയാണ്, ഇന്ന് നിങ്ങളുടെ വിടുതലിൻ്റെ രാത്രിയാണ്, ഇന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുവാണ്ടൊക്കെ പോകുകയാണ്. നിങ്ങളെ ഇരുമ്പ് ചങ്ങലയിൽ തളച്ചിരിക്കുന്ന ഈ മിസ്രയീമിൻ്റെ കരങ്ങളിൽ നിന്ന് നീ ഇന്ന് വിടുവിക്കപ്പെടുവാണ്ടൊക്കെ പോകുകയാണ്. സന്തോഷമായി. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വിടുതലിൻ്റെ രാത്രിയാണ്. യഹോവയായിരിക്കും ദൈവം പറയുകയാണ്, ഇന്ന് രാത്രിയിൽ എൻ്റെ ശക്തിയേറിയ ദൂതനെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഞാൻ ദേശത്തേക്ക് അയക്കും. ഇസ്രായേൽ മക്കളിൽ നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും ഒരാടിനൊരു മൃഗത്തെ കൊന്ന് നിങ്ങളുടെ കട്ടളക്കാൽ രണ്ടിന്മേലും അതിൻ്റെ രക്തം പുരട്ടണം.
സംഹാര ദൂതൻ ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ കട്ടളക്കാൽ രണ്ടിന്മേലും ഈ രക്തം കാണുമ്പോൾ അവൻ നിങ്ങളെ വിട്ട് മാറിപ്പോകും. ദൈവത്തിൻ്റെ ആജ്ഞ എങ്ങനെയാണ്? ഫറവോ രാജാവിൻ്റെ കൊട്ടാരം മുതൽ സിംഹാസനം മുതൽ ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളിയുടെ വരെ എല്ലാ മൂത്ത മക്കളെയും അല്ലെങ്കിൽ മൂത്ത പുത്രിമാരെ കൊന്നുകളയുവാൻ തക്കമാണ് ദൂതന് കൊടുത്തിരിക്കുന്ന ആജ്ഞ. ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് മിസ്രൈമിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാ ഭവനങ്ങളിലും ചെന്ന് എല്ലാ മൂത്ത മക്കളെയും കൊന്നുകളയുവാൻ തക്കണം ഇടയായിത്തീർന്നു. മിസ്രൈമിൽ വലിയൊരു നിലവിളി കേൾക്കുകയാണ്. ജനമെല്ലാം രാത്രി എഴുന്നേറ്റ് നിലവിളിക്കുകയാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. രാജകൊട്ടാരം മുതൽ എല്ലാ സ്ഥാനങ്ങളിലും എല്ലാ ആളുകളും നിലവിളിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ദൈവത്തിൻ്റെ മക്കൾ ഒരു യാത്രയ്ക്ക് വേണ്ടി അവൻ്റെ അടിമത്തത്തിൻ്റെ ദിവസം ഇന്ന് തീർന്നു പറഞ്ഞിരിക്കുന്ന ദൈവസന്നിധിയിൽ അവർ സന്തോഷിക്കുകയാണ്. വളരെ ആഗ്രഹത്തോടുകൂടെ വളരെ താല്പര്യത്തോടുകൂടി അവർ യാത്ര പുറപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. അവർ യാത്ര പുറപ്പെട്ട് വളരെ സന്തോഷത്തോടുകൂടി അവർ മുന്നോട്ട് പോയി. 14-ാം അധ്യായത്തിൻ്റെ അതിന് 7-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. നിൻ്റെ വടി എടുത്ത് കടലിന്മേൽ നീട്ടുകൊണ്ടൊക്കെ ദൈവം പറയുന്നു. ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ട് അവർ ദൈവസന്നിധിയിൽ സന്തോഷിച്ച് അവർ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ പോകുമ്പോൾ മിസ്രൈമിൻ്റെ ഇടയിൽ വലിയൊരു പ്രയാസമുണ്ടായി. നമ്മളവരെ വിട്ടുകളഞ്ഞു, നാം അബദ്ധം ചെയ്തു, നാം അവരെ ഫോളോ ചെയ്യാണ്ടൊക്കെ പറയുകയാണ്. അവരെന്താണ് അവരെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. അവിടെ ഇങ്ങനെയാണ്: ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമിൽ പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ ഏറ്റവും ഭയപ്പെട്ടു. ദൈവത്തിൻ്റെ ജനം യാത്ര ചെയ്തു പോവുകയാണ്. അവരുടെ പിന്നാലെ 600 രഥങ്ങളുമായിട്ട് പടയാളികളുമായിട്ട് വലിയൊരു കൂട്ടം അവരെ പിന്തുടരുകയാണ്. അവർ കടലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. മുന്നോട്ട് പോകാനും കൂടെ കഴിയത്തില്ല. സൈഡിൽ വലിയ പാറക്കെട്ടുകൾ, പുറകിൽ ഫറവോനും സൈന്യവും. എന്താണ് ചെയ്യേണ്ടത് അറിയാൻ പാടില്ലാതെ ജനം നിൽക്കുകയാണ്. ജനം മോശയോട് നിലവിളിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചന മോശയോട് പറയുകയാണ്: മോശേ, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി ഈ കടലിന്മേൽ നീട്ടുവാനൊക്കെ പറയുകയാണ്. അവൻ കടലിന്മേൽ നീട്ടി. എന്താണ് സംഭവിച്ചത്? കടലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരുന്ന ശക്തമായിട്ട് ഒഴുകിയിരുന്ന ആ നദി രണ്ടായിട്ട് 2 ചിറ പോലെ മതിൽ പോലെ നിന്നു. ഉണങ്ങി നില പ്രത്യക്ഷപ്പെട്ടു. ജനം അതിൽ കൂടെ നടന്നു. അവർ അക്കരയ്ക്ക് സഞ്ചരിക്കുകയാണ്. അവർ സഞ്ചരിച്ചപ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ ദൂതൻ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവരെ സ്പർശിക്കാതിരിപ്പാണ്ടൊക്കണം മുൻപിൽ നടന്ന ദൂതൻ പുറകിൽ വന്ന് അവർക്ക് കാവലായിട്ട് നിന്നു. മാത്രമല്ല, ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ വെളിച്ചവും ഇസ്രായേൽ മക്കൾക്ക് പുറകിൽ ഇരുട്ടുമാക്കി ദൈവം കൊടുത്തു. അവർ അങ്ങോട്ട് സഞ്ചരിച്ചു, മുന്നോട്ട് പോകുകയാണ്. ദൈവത്തിൻ്റെ ജനം അക്കരെ കടന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഇസ്രായേൽ ജനം അക്കരെ കടന്നു. 600 രഥങ്ങളും വിശേഷ അനേക പടജനങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ ജനം പിടിച്ചുകൊണ്ട് മടക്കി വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കുകയാണ്. ഈ മിസ്രൈമിനെ, നീ ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരിക്കലും കാണത്തില്ലെന്ന് ദൈവം പറയുകയാണ്. ശത്രുവിനെ ദൈവം കൊന്നുകളയുവാണ്ടൊക്കണം തൻ്റെ ജനത്തെ ദൈവം രക്ഷിച്ചു. പ്രിയ ശ്രോതാവേ, നിനക്കെതിരായിട്ട് പോരാടുന്ന ദുഷ്ടശക്തിക്കെതിരായിട്ട് നീ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്നേഹനിധിയായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. മോശയെ വിടുവിച്ച ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കടലിൽ കർത്താവ് ഉണങ്ങിയ നിലത്തെ ഉണ്ടാക്കി കൊടുത്ത കർത്താവേ, നീ ജീവിക്കുന്ന ദൈവമാകിയാണ് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ വിഷയത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവർ ഇന്നിപ്പോൾ ഈ സമയത്ത് ദൈവമേ നിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.